ആരൊക്കെയാണ് എവിടേക്കുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. ആവശ്യമായിരുന്നു ഫ്രണ്ടിൽ. ആ ഫ്രണ്ടിലുള്ള ആൾക്കാർ വെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഞാൻ പറഞ്ഞു അല്ല എനിക്ക് നീന്തലറിയാൻ പാടില്ല. എന്നിട്ട് ഗുണ്ടേനെ പിടിച്ചിട്ട് അണ്ണാ നീന്തൽ തെരിയാതെ കാപ്പാത്തുങ്കോ. എന്നെ നീന്തൽ തെരിയാതെ കാപ്പാത്തുങ്കോ. ആ ഫ്ലൈറ്റ് മിസ്സായി. ആ ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിട്ട് റാണിചന്ദ്ര ഒക്കെ ആക്സിഡൻ്റായ ഫ്ലൈറ്റ്. അതിൽ ദാസേട്ടൻ 10 ആ പോയ മനുഷ്യനോടുള്ള വിഷമം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ദീപകിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം മറ്റവർ ചെയ്തത് തികച്ചും തെറ്റാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന, നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ പിന്നീട് എനിക്ക് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. റൈറ്റർ, ഡയറക്ടർ എല്ലാം കൂടി നമ്മളൊരു ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിലിട്ട് അധികം പണിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. ഡ്യൂപ്പൊന്നുമില്ല. ഇതിനൊക്കെ എവിടെ നിന്ന് ഡ്യൂപ്പിട്ട് എത്ര ചെറിയ ഡ്യൂപ്പിനെ കിട്ടുന്ന എവിടെ നിന്നാണ്? അപമാനിച്ച് മതിയായെങ്കിൽ ഞാൻ പൊക്കോട്ടെ. പല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടൊന്നും അടിക്കാൻ പറ്റുമോ നോക്കി. വേറെ ഗ്യാങ്ങിനാണെങ്കിലും ഓണത്തിനടുക്ക് വിട്ടുവച്ചിടാൻ തുടങ്ങി വെച്ച ആളെ ഞാനല്ലേ. ആദ്യത്തെ 3 കാസറ്റ് എഴുതിയത് ഞാൻ, ദിലീപ്, അബിയും കൂടിയുള്ള ഞങ്ങളുടെ ടീമാണ്. ഇപ്പോൾ ഞാനാണെങ്കിലും ബിബിനാണെങ്കിലും ബേസിക്കലി ആക്ടേഴ്സ് ആവാൻ വേണ്ടി തൊട്ടാണ് എഴുതിയത് പോലും. അപ്പോൾ ഈ ഓരോ സീനും എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ സീനല്ല ഒരിക്കലും ഫൈനൽ സ്ക്രിപ്റ്റിലുള്ളത്. അതിൻ്റെ അകത്ത് അന്ന് സ്റ്റേജിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ദേഹത്ത് തൊട്ടിട്ട് വേറൊരുത്തൻ എന്തിനടാ തോണ്ടിയതൊന്നുമില്ല, ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ടേ കരിയെടുത്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള തമാശകൾ പോലെ അന്ന് സ്റ്റേജിൽ ചിരിക്കണം. ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert. വെൽക്കം നാദർഷ ആൻഡ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. നാഷിക, വിഷ്ണു സ്വാഗതം. നമസ്കാരം. വിഷ്ണുവിനെ നായകനായിട്ട് കിട്ടുമ്പോൾ ഒരു 3 ഉപകാരം എന്തായിരിക്കും? 3 ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അടുത്തടുത്താണ് താമസിക്കുന്നത്. ഇപ്പം പോകുന്ന വണ്ടിക്ക് എന്നെ പിക്ക് ചെയ്തിട്ട് പോരും, അതൊരു ഉപകാരമാണ്. പെട്രോൾ ലാഭം. പെട്രോളിൻ്റെ അല്ല, ഈ വണ്ടി ഓടിച്ച് എനിക്ക് അത്യാവശ്യം ഈ സിറ്റി കൂടി ഡ്രൈവ് ചെയ്യണ തന്നെ ഒരു ചെറിയ മടിയുണ്ട്. അപ്പോൾ അത് കാരണം ബാക്കി നമുക്ക് വല്ല ഫോൺ കോളൊക്കെ വരുമ്പോൾ സംസാരിച്ചിരിക്കാമല്ലോ, റിലാക്സ്ഡ് ആയിരിക്കും. അതാണ് ഏറ്റവും വലിയ ഉപകാരം. പിന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലൊരു വൈബുള്ള കുറേ സജഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും സിനിമയ്ക്ക്. വിഷ്ണുവിലൊരു നല്ല സ്ക്രിപ്റ്റ് റൈറ്ററും നല്ലൊരു ഡയറക്ടറും നല്ലൊരു ആക്ടറും ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ 3 കാര്യത്തിൽ നമുക്ക് ഉപകാരപ്പെടും. 3 കാര്യത്തിൽ ഉപകാരപ്പെടും. ഓക്കെ. ഈ നാദർഷയ്ക്ക് ഡയറക്ടർ ആകുമ്പോൾ ഉള്ള ഈ അറിയാവുന്ന പോലീസ് 2 അടി കൂടുതൽ കിട്ടുന്ന പറയില്ലേ, ഒരു 3 ഉപദ്രവം എന്തായിരിക്കും? ഉപദ്രവോ? ഒരു ഉപദ്രവം അല്ല, അതൊരു ഉപദ്രവമല്ല. ഇപ്പം ഇക്ക വണ്ടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കണത്. ഈ അമറിൻ്റെ സമയം തുടങ്ങി ഞങ്ങൾ ആ പടം ഓണായപ്പോൾ തുടങ്ങി ഒരുപാട്. അപ്പോൾ ഇക്കൊക്കെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ആരെങ്കിലും കൂടെ ഉള്ളതാണ് ഇക്കൊക്കെ എപ്പോഴും ഇഷ്ടം. ഞാൻ ഒരു ദിവസം നൈറ്റിൽ ഞാൻ ഓടിച്ചിട്ടുണ്ട്. എനിക്കെന്താ പറയുക, ആരെങ്കിലും സംസാരിച്ച് വെക്കണം. എൻ്റെ മുമ്പ് വണ്ടിയിൽ നമ്മൾ വണ്ടിയൊക്കെ വാങ്ങിച്ച് ആ പുതുമയോടുകൂടി നിൽക്കുന്ന സമയത്ത് സ്ക്രീനൊക്കെ മേടിച്ച് വെക്കുമായിരുന്നു ബാക്കിൽ. സിനിമ കാണുക ലക്ഷ്യത്തോടുകൂടി. ഒരു പടം പോലും നമ്മൾ കാണുകയില്ല. അത് അനുഭവസ്ഥർക്കറിയാം. എനിക്ക് തോന്നുന്നു മിക്കവാറും ഒരു 90% ആൾക്കാർ അതിൽ സിനിമ കണ്ടിട്ടുണ്ടാവില്ല. അല്ല, അതുപോലെ തന്നെ കാര്യം മ്യൂസിക് ഫീൽഡാണ്, പാട്ടൊക്കെ വെച്ച് പോകുന്ന പരിപാടി. പക്ഷേ എൻ്റെ ഫ്രണ്ട്സായിട്ട് ഇരുന്ന് സംസാരിച്ച് പോകാമെന്ന് പറയുന്നത് വേറെ വൈബാ. അതാണ് എനിക്കിഷ്ടം. കാറിൽ പാട്ട് വയ്ക്കുകയൊന്നുമില്ല. അപ്പം അന്ന് ഇക്കടെ കൂടെ ഈ പറഞ്ഞ പോലെ ഇക്ക എന്നെയും കൊണ്ട് ഒരുപാട് സ്ഥലത്ത് പോകാനായിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വരികയും അങ്ങനെ ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുള്ള. പിന്നെ അതേപോലെ ഇപ്പം എല്ലാ ദിവസവും ഒരുമിച്ച് ട്രാവൽ ചെയ്യണത് ഇപ്പോഴാണ് ഒരു കൊല്ലത്തിന് ശേഷം. 10 വർഷമായല്ലേ നമ്മളിപ്പോൾ ആനഡി വന്നിട്ട്? 10 വർഷം ശേഷമാണ് നിങ്ങൾ വീണ്ടും, അല്ല അതിനുശേഷം കട്ടപ്പന വന്നു. കട്ടപ്പന കഴിഞ്ഞിട്ട് പിറ്റേ വർഷമല്ലേ 2015 അമർ 16 കട്ടപ്പന ചെയ്ത്. കട്ടപ്പന ഒരു വർഷത്തെ 10 വർഷമായി. 10 വർഷമായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് കണ്ടാണ്, നിങ്ങൾക്ക് പ്രായമാകുന്നു എന്ന എൻ്റെ തെളിവുകൾ പറയാമെന്ന് പറഞ്ഞു. ഇൻസ്റ്റ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം തട്ടത്തിന് മറയത്തിലെ വിനോദ് മലയാളികൾക്ക് എന്തിനാ 6 പാക്ക് എന്ന് പറഞ്ഞിട്ട് വർഷം 14ആയി. അങ്ങനെ ഓരോരോ നമ്മൾ ഇന്നലെ CAD മൂസ കഴിഞ്ഞിട്ട് വർഷം 25ആയി. അങ്ങനെ ഓരോരോ സമയം കഴിഞ്ഞു പോകുന്നതാണ് നമ്മളെ ഏജായി പോകുന്നു എന്നുള്ളൊരു സാധനം. അതായത് 10 വർഷമായെന്നുള്ളത് നമ്മളിപ്പോഴാണ് ആലോചിക്കുന്നത്.
അതെ ഈ 10 വർഷത്തിനുള്ളിൽ വിഷ്ണുവിന് വന്ന മാറ്റം എന്തൊക്കെയായിരിക്കും? വിഷ്ണുവിന് വന്ന മാറ്റം അഭിനയത്തിൽ അന്നും ഇന്നൊക്കെ കറക്റ്റ് അവനൊരു മീറ്റർ പിടിക്കാനുണ്ട്. ഇപ്പോൾ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇത്രയും വർഷം ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയേക്കുന്നത് മാറ്റം സ്ക്രിപ്റ്റിൽ നിന്ന് ഇവർ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇതുണ്ട്, അതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. അഭിനയത്തിൻ്റെ രംഗത്തേക്ക് പോയി വിഷ്ണു ആണെങ്കിലും പിന്നെ രണ്ടുപേരും കൂടി കൂട്ടിയിട്ട് ഇവർ രണ്ടുപേരും കൂടി കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു സ്ട്രോങ് കോമ്പിനേഷനാണ്. രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് എഴുതാന്ന് പറയുമ്പോൾ നമുക്കതിനകത്ത് ഈ ബാക്കി എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അധികം തിരുത്തലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ വരില്ല. പെർഫെക്റ്റായിട്ട് ഉള്ളൊരു സംഭവം അതിനകത്ത് ഉണ്ടാവും. നമ്മളത് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്ന കാര്യം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനൊരു സാധനത്തിൽ നിന്ന് ഇവർ പതുക്കെ ഇങ്ങനെ കുറേ നല്ല സിനിമകൾക്കുള്ള സ്ക്രിപ്റ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു ഇതുണ്ട്. അഭിനയത്തിലേക്ക് കൂടുതൽ ഫോക്കസ് രണ്ടുപേരുടെ ഫോക്കസ് ചെയ്തപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പരിപാടികൾ. രണ്ടുപേരുടെയും തിരക്കുകൾ കൊണ്ട്. അല്ല, ഈ കോവിഡ് സമയത്ത് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഫുള്ള് ഇരുന്ന് വർക്ക് ചെയ്ത സ്ക്രിപ്റ്റ് ചെയ്ത് തീർത്തിട്ടുണ്ട് ഞങ്ങൾ. ഇനി സിനിമയാവാൻ കിടക്കുന്നുണ്ടല്ലോ? ഉണ്ട്. 2 സ്ക്രിപ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരെണ്ണം ഷാഫി സാറിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഫഹദ് ഫാസിൽ മൂവി അതാണോ? അതെ. അപ്പോൾ അത് പിന്നെ ഷാഫി സാറിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു പുള്ളി നമ്മളെ വിട്ടു പോയല്ലോ. അപ്പോൾ അതും ഇങ്ങനെ ബ്ലാങ്കായിപ്പോയി. ഉടനെ പ്രതീക്ഷിക്കാം. അത് നോക്കിക്കൊണ്ടിരിക്കണം. ഇക്കെ ഇപ്പോൾ കുറച്ച് മണിയൊക്കെ പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പം നല്ല സജഷൻസും കാര്യങ്ങളൊക്കെ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് വരാറുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വേവ് ലെങ്ത് കറക്റ്റാവുന്നുള്ള അഭിപ്രായങ്ങൾ വരാറുണ്ട്. ഈ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്ന സജഷൻസ് എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നാദർഷയിലെ ഡയറക്ടർ. നമുക്കെന്താ അറിയോ, നമ്മളുടെ ഒരാളുടെ തീരുമാനം എപ്പോഴും ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണെന്നില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ നമ്മളത് വേറൊരാളായിട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കിട്ടുന്നൊരു ഗുണം എന്ന് പറയുമോ, അവരുടെ കയ്യിൽ നിന്ന് വേറെ എന്തെങ്കിലും ഒരു ഏരിയയിലെങ്കിലും നമുക്ക് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറൊരു ഡൈവേർഷൻ കിട്ടും. നമ്മൾ ചിന്തിച്ച് വെച്ചേക്കുന്ന ഒരു റൂട്ടിൽ നിന്ന് അതിലേക്ക് അവിടെ അങ്ങനെ ആ ക്യാരക്ടർ അങ്ങനെ പോകുമ്പോൾ അവിടെ ആ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ എഴുതി വെച്ചാൽ ആ ബസ് സ്റ്റോപ്പിൽ അയാൾ ഒരു ബസ്സിൽ കയറി പോകുന്നു എന്ന് പറഞ്ഞ് എഴുതി വെച്ചാൽ ഒരു സീനിൽ ആ ബസ് വരുന്നതിന് മുമ്പ് അവിടെ ഇങ്ങനെ ഒരു ക്യാരക്ടർ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രീവിയസ് സീനോ അല്ലെങ്കിൽ ആഫ്റ്റർ നമുക്കത് വർക്കാവില്ലെന്ന് പെട്ടെന്ന് എൻ്റെ തലയിൽ വരുന്നതിന് മുമ്പ് അടുത്ത കേൾക്കുന്ന ആൾക്കാർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പോയാലാണ് സിനിമ നന്നാവുള്ളൂ. സിനിമ എന്നുള്ള ഏത് സാധനം, ഇപ്പോൾ ഞാനൊരു മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ ആ മ്യൂസിക് ചെയ്യുമ്പോൾ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ഫ്രാൻസിസ് സാബ് എന്ന് പറയുന്ന എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ അടുത്ത് ഞാൻ പറയാം, എടാ നമുക്കവിടെ മാൻഡിലിൻ്റെ ഒരു ബിറ്റ് വായിക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് മാൻഡിലിന് പകരം നമുക്കത് ഷൈനായി യൂസ് ചെയ്തല്ലോ, അപ്പോൾ അതിന് കുറച്ചുകൂടി ഇത് വരില്ലേ, അല്ലെങ്കിൽ നമുക്കൊരു വയലിൻ സോളോ ചെയ്താലോ. അപ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് ഓക്കെ ആയിരിക്കും വയലിൻ സോളോ. അപ്പോൾ നമുക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ കിട്ടും. അത് നമ്മളുടെ ഒരാളുടെ ബ്രെയിനിൽ നിന്ന് മാത്രം വരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി ചിലപ്പോൾ നന്നാകാം, ചിലപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമാകും. പക്ഷെ മോശമാകണമെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമുക്ക് അറിയാം. അതിനാണ് ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അല്ല, ഞാനതിനൊരു പറയാം. കാരണം ഇക്കാക്ക് ആരുടെ നിന്ന് വേണമെങ്കിലും ഇൻപുട്ട് എടുക്കാനുള്ള ഞാനതിനെ ബുദ്ധി എന്ന് പറയാം. അത് പുള്ളി വളരെ ഫ്രീ ആയിട്ട് ആർക്ക് ഓപ്പണാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് സജഷൻ വേണമെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യം ഇക്ക എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാ ADസിനും എല്ലാ ടെക്നീഷ്യൻസിനും എല്ലാവരും. അപ്പോൾ ഈ പറഞ്ഞ പോലെ അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് കിട്ടും. പക്ഷെ ഇതിൽ നിന്ന് എന്ത് പിക്ക് ചെയ്യണമെന്ന് വ്യക്തമായ ബോധമുള്ള ഒരു ഡയറക്ടറാണ് ഇക്ക. അല്ല, അതിനാണ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരുടെ അടുത്തുനിന്ന് എടുക്കുന്ന സാധനം ഫൈനൽ എന്ത് നമ്മൾ തീരുമാനിക്കുന്നു. അവിടെ പാളിപ്പോയാലാണ് പാളിച്ച് സംഭവിക്കുന്നത്. എല്ലായിടത്തുനിന്നും കിട്ടുന്ന സാധനം വെച്ചിട്ട് നമുക്ക് ഇത് ചിലപ്പോൾ വിഷ്ണു പറയുന്ന ഒരു സാധനത്തിൽ നിന്ന് കിട്ടും, ചിലപ്പോൾ ക്യാമറാമാൻ പറയുന്ന സുഹിത്ത് പറയുന്ന സാധനത്തിൽ നിന്ന് കിട്ടും, പിന്നെ ആകാശ് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ മറ്റേ ADs ലാസ്റ്റ് AD ആയിരിക്കും അവൻ പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ ഇതിനകത്ത് കൊള്ളുന്ന ലാസ്റ്റ് AD ആണ് ഈ പടത്തിന് ടൈറ്റിൽ ഇട്ടത്, മാജിക് മഷ്റൂംസ് എന്ന് പറയുന്നത്. അവനാണ് ഈ പടത്തിന് ടൈറ്റിൽ അവൻ പറഞ്ഞ പേരാണ് മാജിക് മഷ്റൂംസ് എന്ന്, ലാസ്റ്റ് AD ആണത്. അപ്പോൾ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയൊരു ഇതെന്ന് പറയുന്നത് മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന ഈ സിനിമയ്ക്കുള്ള ടൈറ്റിലാണ് കിട്ടുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അതിന് നമുക്ക് ഈഗോ ഇല്ലാതെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുന്നതാണ്. അത് ഇത് മതി എന്ന് പറയുന്നിടത്താണ് അതിന് തീരുമാനം.
തീരുമാനം വരുന്നത്. ഓക്കെ. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ പ്രൊഡക്റ്റ് നന്നാവാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി എല്ലാ നല്ല ഇൻപുട്സും സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞൊരു ബോർഡുമായിട്ടാണ് എനിക്ക് ഇരിക്കുന്നത്. ഈഗോ ഇല്ലാത്തൊരു മനുഷ്യൻ. ഈഗോ ഒന്നും അല്ല, ഇത് ഏത് കലാരൂപമാണെങ്കിലും അതിനൊരു, പ്രത്യേകിച്ച് സിനിമ, മ്യൂസിക് ഫീൽഡിലാണെങ്കിലും പാട്ടുകാരൻ്റെ ഒരു പാട്ട് ചെയ്യുമ്പോൾ പാട്ടുകാരൻ്റെ കോൺട്രിബ്യൂഷൻ, ഇപ്പം നമ്മളൊരു നല്ല പാട്ടുകാരനെ കൊണ്ട് പാടിക്കുമ്പോൾ അവനിടുന്ന സംഗതികൾ, അല്ലെങ്കിൽ അവന് അത് വേറെ വിധത്തിൽ പാടാൻ ശ്രമിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ നമ്മുടെ പടത്തിൽ ശങ്കർ മഹാദേവൻ സാറ്, ചിത്ര ചേച്ചി ഒക്കെ പാടിയിട്ടുണ്ട്, ശ്രേയ ഘോഷൽ. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്യൂണിൽ നിന്ന് അവരുടെ ഒരു ഇമ്പ്രവൈസേഷൻ ഉണ്ട്. ആ ഇമ്പ്രവൈസേഷൻ ഞാൻ പറയും, സാർ അത് ഇമ്പ്രവൈസ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഒന്ന് ഇമ്പ്രവൈസ് ചെയ്ത് തരൂ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പാടുന്നത് മച്ചാനെ തപ്പടിക്കട് മിന്ന മിന്നിക്കും കാലം വന്നാൽ, അങ്ങനെ പാടിയിട്ട് നെക്സ്റ്റ് ട്രാക്ക് മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്ത് മായ നക്ഷത്രക്കാവിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറി മാറി പാടിയിടും. നമ്മൾ അതിൽ നിന്ന് പിക്ക് ചെയ്താൽ മതി. നമ്മൾ സാധാരണ മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തെ മായ നക്ഷത്രക്കാവിൽ മിന്നാമടാ എന്ന് പറഞ്ഞ കാര്യം പുള്ളി അത് നീലാകാശത്തെ മായ നക്ഷത്ര ഒരു ബെൻഡ് പുള്ളി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഇത് കൊള്ളാല എന്ന് പറയും. അത് എല്ലാവിടെ നിന്നും കിട്ടും. നല്ല അതിന് നമുക്ക് ഡെഡിക്കേഷൻ വേണം, പിന്നെ പാടുന്നവന് ആത്മാർത്ഥത വേണം. വരുന്നവർ എന്തെങ്കിലും പാടിയിട്ട് കാശ് മേടിച്ച് പോകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചിട്ട് അഭിനയിച്ചിട്ട് പോകാം എന്ന് പറയുന്ന ഒരു ധാരണ ഉണ്ടെങ്കിൽ എന്താ സാറേ ചെയ്യേണ്ടത്? ഞാൻ ഇവിടെ നിന്ന് വന്നിട്ട് അവിടെ ഇരിക്കണോ? ആ ഇരിക്കുന്നതിനിടയിൽ ആക്ടർ ചിലപ്പോൾ അയാൾ അവിടെ വന്നിട്ട് ഒരു ചെരുപ്പൊക്കെ അഴിച്ചിട്ടിട്ട് ചിലപ്പോൾ പിന്നെ അവിടെ ഒരു ചിലപ്പോൾ ഒരു തെന്നലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ഭാഗത്തുനിന്നൊരു ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ആ സീനിന് ഭയങ്കരമായിട്ട് വർക്കാവും. അതൊന്നും ഇല്ലാണ്ട് നിങ്ങളവിടെ നിന്ന് നടന്നു വന്നിട്ട് അവിടെ കസേരയിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്ന സ്ഥലത്ത് പുള്ളി ശരി ആക്ഷൻ എന്ന് പറയുമ്പോൾ നടന്നു വന്ന് കസേരയിൽ ഇരുന്നു, പുള്ളി പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ, ഞാൻ ഇത്ര ചെയ്താൽ പോരെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലൊക്കെ വന്നാലാണ് കുഴപ്പം. ജോലി തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന അത് അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൽ രണ്ടുപേർക്കും ഗുണം കിട്ടില്ല. ഈ ഇംപ്രവൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അമർ അക്ബർ ആൻ്റണി ആണെന്നെങ്കിലും ഇപ്പോൾ കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ ആണെന്നുണ്ടെങ്കിലും ഇപ്പം ഇതാണെന്നുണ്ടെങ്കിലും വിഷ്ണു കയ്യിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു മാനറിസോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് കൊടുത്ത ഒരു സീൻ നമുക്ക് കാണുന്നതേ ഉള്ളൂ. ഇത് ഇറങ്ങിയ 2 സിനിമകളിൽ നമുക്കൊരു ഓർത്തിരിക്കാൻ പറ്റുന്നൊരു സീൻ ഉണ്ടെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ഒരു? അല്ല, അതിലൊക്കെ ഞങ്ങൾ എഴുതുമ്പോൾ തന്നെ ചെയ്തു നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് എക്സിക്യൂട്ട് ചെയ്യണം എങ്ങനെയാണ്? ഇപ്പോൾ ഞാനാണെങ്കിലും ബിബിനാണെങ്കിലും ബേസിക്കലി ആക്ടേഴ്സ് ആവാൻ വേണ്ടി തൊട്ടാണ് എഴുതിയത് പോലും. അപ്പോൾ ഈ ഓരോ സീനും എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം എഴുതിയ സീനല്ല ഒരിക്കലും ഫൈനൽ സ്ക്രിപ്റ്റിലുള്ളത്. അത് നമ്മൾ പറഞ്ഞു നോക്കി ചെയ്തു നോക്കി, അത് പിന്നെ ആക്ടർ മാറി ഇന്ന ആളെ വെച്ച് ചെയ്യിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ അയാളുടെ ഒരു മീറ്ററിലേക്ക് ഞങ്ങൾ പിന്നെയും അതിനൊന്ന് ട്യൂൺ ചെയ്ത് അതൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കി ആ ഫൈൻ ട്യൂണായ സ്ക്രിപ്റ്റാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ വന്നേക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ലൊക്കേഷനിൽ വന്ന ഇംപ്രവൈസേഷൻസ് ആക്ച്വലി ആ 2 സിനിമയിലും വളരെ കുറവാണ്. കുഞ്ഞു ചെറിയ അഡീഷൻസൊക്കെ വന്നിട്ടുണ്ട് അല്ലേ? അതെ, ചെറിയ അതെല്ലാ സിനിമകളിലും സംഭവിക്കുന്നതാണ്. എല്ലാ സിനിമകളിലും അതിപ്പോൾ വർഷങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിൽ ഇംപ്രവൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഒരു ഇംപ്രവൈസേഷനും ഇല്ലാണ്ട് അത് തന്നെ ചെയ്തു വയ്ക്കുന്ന പരിപാടിയൊക്കെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിനിമകളിൽ കൂട്ടായ്മയാണ്. അവിടെ സ്പോട്ടിൽ വന്നതിന് ശേഷം ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തുനിന്ന് ഇപ്പോൾ ഈ പടത്തിൽ തന്നെ ഞങ്ങൾ പറയട്ടെ, ഒരു ലൊക്കേഷൻ കണ്ട് ഒരു ഉത്സവം, ആ മറ്റേ ആരാണേ ആരാണേ അമ്പിളിപ്പുങ്കടവിൽ ആ പാട്ടിൻ്റെ സെറ്റ് ഒരു 10-35 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഉത്സവം സെറ്റ് ഇട്ട് ഫുൾ ഒരു അമ്പലം അങ്ങനെ തന്നെ. എവിടെ ഇരുന്നിട്ട് ഈരാറ്റുപേട്ടയിൽ അവിടെ ഒരു ഈ വലിയ ക്രെയിൻ വരാൻ വേണ്ടിയിട്ടുള്ള വഴി ഉണ്ടാക്കി ആ വഴിയിൽ ടാർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ആ സാധനം അങ്ങോട്ട് ക്രെയിൻ കയറ്റിയത്. നമുക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഫുൾ സെറ്റപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോൾ 3 ദിവസം കണ്ടിന്യൂസ് മഴ ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാം. 10,000 ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ആ മൊത്തം സെറ്റപ്പ് പൊളിച്ചുകൊണ്ട് വന്നിട്ട് മഴയില്ലാത്ത സ്ഥലം എവിടെയെന്ന് തപ്പി നമ്മളിങ്ങനെ പോയിട്ട്, ഇപ്പോൾ പാലക്കാട് ഏരിയയിലാണെങ്കിൽ മഴ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ വന്നിട്ട് നമ്മൾ അവിടെ കാണുന്ന ക്ഷേത്രം എന്ന് പറയുന്നത് ക്ഷേത്ര പരിസരവും ഒക്കെ കാണുന്നത് മറ്റത് ട്യൂൺഡായാണ്. നമ്മൾ ഇന്ന സാധനങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തെല്ലാം ആക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് എന്നൊക്കെ കാര്യങ്ങളാണ്. അവിടെ നിന്ന് പൊളിച്ച് ഇപ്പുറത്ത് വന്ന്
ഇങ്ങനൊരു ലൊക്കേഷൻ കണ്ട് അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആലോചനയും, അപ്പോൾ മൊത്തം ഇത് മാറ്റല്ലേ. അപ്പോൾ അവിടെ സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവിടെ നിന്നുള്ള തീരുമാനമാണ്. അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്പേസ് മാറുന്നതിനനുസരിച്ച് അവിടുത്തെ കൺസ്ട്രക്ഷൻ മാറും. അവിടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവിടെ അങ്ങനെയാണെങ്കിൽ റിഹേഴ്സൽ ഹാൾ ഇത് ഇങ്ങനെയൊക്കെ മൊത്തം മൈൻഡ് സെറ്റ് ചെയ്ത് നമ്മൾ പൊളിച്ച് വേറെ ഇത് വേറെ ഡിസൈൻ ചെയ്യേണ്ടി വരും. ഈ നാദർഷയിലെ ഒരു ഡയറക്ടർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു, അത് വായിച്ച് നമ്മളിപ്പോൾ ലൊക്കേഷൻ കാണുന്നു, ലൊക്കേഷൻ കണ്ടിട്ട് പ്രീ പ്ലാൻ ചെയ്ത് സ്ക്രിപ്റ്റുകളിലേക്ക് ഷോട്ടുകൾ മനസ്സിൽ കൊണ്ടു നടന്ന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണോ, അതെയോ രാവിലെ എഴുന്നേറ്റ് അവിടെ വന്നു കഴിയുമ്പോൾ അന്നേരം കിട്ടുന്ന ആ ഒരു ഷോട്ട്സ് ആണോ കമ്പോസ് ചെയ്യുന്നത്, എങ്ങനെയാണോ അത് ശരിക്കും? അങ്ങനെ ലൊക്കേഷൻ ആദ്യം നമ്മൾ പോയി കാണുമല്ലോ. കാണുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബസ് വരുന്നു, ആ ബസ് ഇങ്ങനെ കയറ്റം കയറി ഇവിടെ വന്നിട്ട് ആ ബസ്, അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കാണുമ്പോൾ ക്യാമറാനും മറ്റേ റൈറ്ററും ആർട്ടൊക്കെ ആയിട്ട് പോകുമ്പോൾ അവിടെ നിന്ന് ആ ബസ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കാം. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ സ്റ്റക്കായിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ വയ്ക്കാം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അത് നമ്മുടെ മനസ്സിലൊരു റൂട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ രാവിലെ അവിടെ ഒന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ, അപ്പോൾ അവിടെ സാറേ അവിടെ പെർമിഷൻ ഇല്ലയെന്ന് പറഞ്ഞിട്ടായിരിക്കും വരുമ്പോഴായിരിക്കും എന്നാൽ പിന്നെ വേറെ ഏത് വഴിയാണോ, എന്നാൽ പിന്നെ ഇപ്പുറത്തെ കയറ്റം പിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളവിടെ അങ്ങനെ വല്ല മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവിടെ പിന്നെ ഷോർട്ട് ഡിവിഷനൊക്കെ അപ്പോഴേ ചെയ്യുള്ളൂ. കാരണം ഇമ്പ്രവൈസ് ചെയ്ത് പോകുമ്പോൾ ആക്ടർ വന്ന് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മൾ എല്ലാം പ്ലാൻ ചെയ്ത് നമുക്ക് ഇവിടെ ക്യാമറ വെക്കാം, ഇവിടെ ക്യാമറ വെച്ചിട്ട് അത് ഇറങ്ങുന്നതിന് മുമ്പ് പുള്ളിയുടെ ഒരു ക്ലോസ് അല്ലെങ്കിൽ ഇവിടുന്ന് സാക്ഷൻ, ആ പരിപാടി ഇല്ല. ഷൂട്ട് ചെയ്ത് കയറി പോകുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് നമുക്കങ്ങനെ ഒരു പരിപാടിയാണ്. അതങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിസ്റ്റിനെ ഫ്രീ ആക്കാൻ പറ്റും. ചട്ടക്കൂടലായി പോകും. അവരെന്ത് ചെയ്യുന്നു നമ്മൾ ആദ്യം വെറുതെ നോക്കിന്ന് കാണും. നിങ്ങളെന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ ക്യാമറയും എല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റപ്പ് പോലും ചെയ്തിട്ടുണ്ടാവില്ല. ഒരു ബേസ് ലൈറ്റ് വെച്ചിട്ട് എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോണത്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് ആർട്ടിസ്റ്റ് വരുന്നതിന് മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. മറ്റേ ക്യാരക്ടർ ഇവിടെ നിന്ന് വാതിൽ വന്ന് ഇവിടെ വരുമ്പോൾ അപ്പോൾ അവിടെ ഇരിക്കും, മറ്റവനിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ADs വെച്ചിട്ട് നമ്മളൊരു റൂട്ട് ഉണ്ടാക്കും. മറ്റേ ക്യാരക്ടർ ഇവിടെ ഇരിക്കും, അശോക് ചേട്ടൻ ഇവിടെ ഇരിക്കും, വിഷ്ണു അല്ലെങ്കിൽ ഇവിടെ പ്ലേസ് നിൽക്കുന്നത് മറ്റേ പോലെ അങ്ങനെ ഒരു കോറിയോഗ്രാഫി സെറ്റ് ചെയ്യും. അതിന് ശേഷമാണ് ലൈറ്റപ്പ് ചെയ്യുള്ളൂ. തലേ ദിവസം ചില മെയിൻ സീനൊക്കെ തലേ ദിവസമേ പ്ലാൻ ചെയ്യും, ഇതേപോലെയൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. പക്ഷേ ഷൂട്ട് ചെയ്യുമ്പോഴായിരിക്കും അതിലെ ചില ആക്ടേഴ്സ് അപ്പോഴായിരിക്കുമല്ലോ തന്നെ. അപ്പോൾ അവർ ചിലപ്പോൾ എന്തെങ്കിലും സാക്ഷ്യം പറയും. അപ്പം ഇതൊക്കെ ഒന്നുകൂടി പൊളിച്ചിട്ടുണ്ടാവും. നല്ല ചിലത് വളരെ നമ്മൾ പ്ലാൻ ചെയ്താലും മുകളിൽ പോകും അല്ല, അങ്ങനെ ചില സജഷൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ ഉറപ്പായിട്ടും. അല്ല, സജഷന് എടുക്കണമെങ്കിൽ അത് വർക്കായ മാത്രമല്ല എന്നാൽ അത് ചെയ്യാമെന്ന് തീരുമാനിക്കുള്ളൂ. പിന്നെ പലപ്പോഴും സംഭവിക്കുന്നത് അറിയാം, നമുക്ക് റൈറ്റർ ഡയറക്ടർ എല്ലാം കൂടി നമ്മളൊരു ഫൈനൽ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ട് സിനിമ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ സ്ക്രിപ്റ്റിലിട്ട് അധികം പണിയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമാവും. രസച്ചരട് പോകും. രസച്ചരടല്ല, നമ്മൾ ആദ്യം ഇങ്ങനെ പോയിക്കുന്ന ഇടയ്ക്ക് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സാധനം പ്ലാൻ ചെയ്ത് മാറ്റാം. ചിലതിന് ഗുണം ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് ഷൂട്ടിങ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ സ്ക്രിപ്റ്റിൽ പിന്നെ ശ്രദ്ധിക്കുക, അങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുക. ഒരെണ്ണം ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ വലിയ പണി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. അങ്ങനെയുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ. ശരിക്കും അതിൻ്റെ ആളാണ് നമ്മളാണ് വേണ്ട പൊളിക്കണ്ട അപ്പം ഇംപ്രൂവൈസേഷൻ വരുമ്പോൾ അതൊക്കെ ചെയ്യാൻ തോന്നുന്നു. ഇംപ്രൂവൈസേഷൻ ഉണ്ട് സ്പോട്ടിൽ. സ്റ്റേജിൽ നിന്ന് വന്ന ഒരു ഇതായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്. അതെ സ്പോട്ടിൽ. ഇപ്പോൾ ഞാൻ പറയട്ടെ, നമ്മളാദ്യം അതിനകത്ത് ഇവർ ഒരു പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന സീനുണ്ട്. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുന്ന സീനിൽ ടൈമിംഗ് ഇല്ലാത്ത അത് ആദ്യം പ്ലാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഹൈറ്റുള്ള സ്ഥലത്തുനിന്നല്ല ഒരു വേറെ ചെന്നിട്ട് അപ്പോൾ നമുക്ക് സൂയിസൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെയുള്ള അതിന് കണ്ടുവച്ചിരുന്ന ലൊക്കേഷനും വേറൊരു സ്ഥലമായിരുന്നു. വേറെ കുറച്ച് ആഴമുള്ള, അതായത് റോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആഴമുള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക, ഒഴുകി പോകുന്നു എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സുജിത്താണ് പറഞ്ഞത് നമുക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടിയാലോ. വലിയ ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു അങ്ങനെ റിസ്ക് എടുത്തതേ ഇദ്ദേഹമൊക്കെ കയറി ഇത്ര ഹൈറ്റുള്ള പാലത്തിൻ്റെ മുകളിൽ നിന്ന് രണ്ടെണ്ണത്തിനെയും കൂടി എടുത്ത് അത് സിംഗിൾ ഷോട്ടിലാണ് അത് ചെയ്തേക്കുന്നത്. അവർ ബൈക്കിന് വന്നത് തൊട്ട്, കാരണം ഡ്യൂപ്പല്ല ചാടിയെന്നുള്ളതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു
ഇവിടെ വന്ന് ഇവർ ബൈക്കിന് വന്ന് ഇറങ്ങി അവിടുന്ന് ഒരു ഷോട്ടിൽ ഇവൻ രണ്ടുപേരും കൂടി വന്ന് ബൈക്കിന് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് ഇറങ്ങി നേരെ പാലത്തിൻ്റെ മേളിൽ കയറി എടുത്ത് ജമ്പ് ചെയ്യണത് ഒറ്റ ഷോട്ടിലുണ്ട്. ഡ്യൂപ്പല്ല. ഡ്യൂപ്പൊന്നുമില്ല. ഇതിനൊക്കെ എവിടെ നിന്ന് ഡ്യൂപ്പ് ഇട്ട് എത്ര ചെറിയ ഡ്യൂപ്പിനെ കിട്ടുന്നത് എവിടെ നിന്നാണ്? അപമാനിച്ച് മതിയായി ഞാൻ പൊക്കോട്ടെ. പല 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ കൊണ്ടൊന്നും അടിക്കാൻ പറ്റുമോ നമുക്ക്? അതൊരു വലിയ കേസാവും. അതിൽ നല്ലത് ബാലവേല. ഈ വിഷ്ണുവിൻ്റെയൊക്കെ ഈ മുഖവും ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ തീരെ ചെറിയ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ കൊണ്ടുവന്ന് താടി ഒട്ടിച്ചിട്ട് എടുത്ത് അടിക്കാൻ പറ്റുമോ? അത് അംഗീകാരമാണത്. പ്രായം തോന്നിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സാധനം. ഈ ശരിക്കും ചാടുമ്പോൾ ഉള്ള കൺസേൺസ് എന്തായിരുന്നു ശരിക്കും? ചാടുമ്പോഴുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് പല തവണ അപകടം പറ്റിയിട്ടുള്ള ഒരാളായതുകൊണ്ട് എല്ലാവരും ഈ പറഞ്ഞ ഇക്ക തന്നെ ഇവിടെ സൂക്ഷിക്കണോട്ടാ എന്നൊരു 50,000 തവണ പറഞ്ഞിട്ടുണ്ട്. പേടിയാണ്. എന്താ പറയുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്ടർക്കും ഇത് സ്ക്രിപ്റ്റ് റൈറ്റർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ചാടിയാൽ നന്നാവും എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അറിയാം. പണ്ട് എനിക്കറിയാവുന്ന കേസാണ്. ഞാൻ ആലഞ്ചേരി തമ്പ്രാക്കൾ എന്ന് പറയുന്ന സിനിമ അഭിനയിക്കുന്ന സമയത്ത് മുക്കം പാലുമില്ലേ നമ്മുടെ ഇരവഴിഞ്ഞ് പുഴ, മറ്റേ മൊയ്തീൻ്റെ ആ പുഴയിൽ ആ തൂക്കുപാലത്തിൻ്റെ മേളിൽ കൂടി ഞങ്ങൾ 2 ടീം ഓടി വരുന്നു. ഒരു ടീം അവിടുന്ന് വില്ലന്മാരും ഇവിടുന്ന് ഞങ്ങളുടെ ടീമായിട്ട്. അപ്പോൾ ഞാനൊക്കെ അതിനകത്ത് കളരി വാളും പരിചയമൊക്കെ ആയിട്ട്. അപ്പം നമ്മുടെ കയ്യിൽ വാളും പരിചയമൊക്കെ ഉണ്ട് ഈ ഓടിയോ. അപ്പോൾ ആക്ഷൻ എന്ന് പറയുന്നത് ആവേശമാണല്ലോ. ആവേശ് കുമാർമാരിൽ ഒരാളായിരുന്നു ഞാൻ. ഓടി ഫ്രണ്ടിൽ കയറിയിട്ട് ഇതിങ്ങനെയൊക്കെ നിന്ന് കട്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വില്ലന്മാരും വന്നു. ഡയറക്ടർ കട്ട് പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഷോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രൈം ഷോട്ടാണ്. ആ വന്ന് നിന്ന് ആരൊക്കെയാണ് എവിടേക്ക് നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഫ്രണ്ടിലായിരുന്നു കേട്ടോ. നാദർശായിരുന്നോ ഫ്രണ്ടിൽ? ഓക്കെ ശരി. ബാക്കി ആ ഫ്രണ്ടിലുള്ള ആൾക്കാർ വെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഞാൻ പറയുന്നത് ഫ്രണ്ടിൽ വന്നവർ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അല്ല എനിക്ക് നീന്തലറിയാൻ പാടില്ല, അതൊന്നും എനിക്കറിയാൻ പാടില്ല. അത് രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ ഇനി നമ്മൾ ആ ഷോട്ടിൽ ആ ഫ്രണ്ടിലുള്ളവർ കറക്റ്റ് പാടത്തിൻ്റെ മുകളിൽ തീർത്ത് ചാടണം മറ്റേ വില്ലനെയും കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ആക്ച്വലി ഞാൻ ഇവിടെ ഇരുന്ന് നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ അല്ല അവിടെ തന്നെയാണ്, അന്ന് മോണിറ്ററൊന്നുമില്ലല്ലോ. അല്ല അവിടുന്ന്. അപ്പോൾ ദിലീപ് പോയിട്ട് പറഞ്ഞു. ദിലീപ് കരയിൽ നിന്നിട്ടുള്ള സീനാണ്. ദിലീപ് അനീന് എന്താ കല്യാണ സീൻ. അപ്പോൾ ദിലീപ് ആ ഇതിലില്ല, ഫ്രണ്ടിൽ ഓടി വന്ന് വെട്ടണതിൽ. ദിലീപ് പറഞ്ഞു സാറേ അവന് നീന്തലറിയാൻ പാടില്ല. അപ്പോൾ ഡയറക്ടർ സുനിലാണ്. സുനിൽ പറഞ്ഞു എനിക്കതൊന്നും അറിയാൻ പാടില്ല, എനിക്ക് ഷോട്ടിൽ ആൾ ചാടി കിട്ടണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് ആദ്യം തമാശയെന്ന് വിചാരിച്ചു. പിന്നെ അപ്പോൾ വെറുതെ ചാടയല്ല, ഓപ്പോസിറ്റ് വന്ന ഗുണ്ടയില്ലേ എടുത്തെറിയുന്നത്. അല്ല ഗുണ്ടയും ഞാനും കൂടിയാണ് എടുത്ത് ചാടേണ്ടത്. വിത്ത് മറ്റേ വാളും പരിചയം. അത് മറ്റേ CVN കളരി കോഴിക്കോട് അവിടുന്ന് കൊണ്ടുവന്ന ഒറിജിനൽ സാധനമാണ്. ഡമ്മിയൊന്നുമല്ല, നല്ല വെയിറ്റുള്ള സാധനം, നല്ല വെയിറ്റും ഉണ്ട്. അപ്പോൾ ഞാനെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലാണ്ട് ചാടിയില്ലെങ്കിൽ പാക്കപ്പാണ്. ഞാൻ ഇത്ര പുള്ളി സീരിയസ് ആയിട്ട് പോയി. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ ചാടാന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞ പോലെ ചാടാന്ന് പറഞ്ഞിട്ട് ആദ്യം എന്ത് ചെയ്തെന്നറിയോ, ദേഷ്യമുണ്ടല്ലോ മനസ്സിൽ. ഈ വാളും പരിചയം ആക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ ഇടത്തോട്ടാണ് ചാടേണ്ടത്. വലത്തെ ആ പുഴ മറ്റേ പാലത്രയല്ലേ ഉള്ളൂ ചെറിയ, വലത്തേക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ്. എന്നിട്ട് ഗുണ്ടേനെ പിടിച്ചിട്ട് അണ്ണാ നീന്തൽ തെരിയാത് കാപ്പാത്തുങ്കോ. എന്നെ നീന്തൽ തെരിയാത് കാപ്പാത്തുങ്കോ എടുത്ത് ചാടി. ആ ഓപ്പോസിറ്റ് നിന്ന് ആ സഹോദരന് നീന്തലൊക്കെ അറിയാവുന്നതിൻ്റെ പേരിൽ പുള്ളി എന്നെ കൂടി ചാടി അവിടെ താഴെ. അന്ന് ആർട്ടിലെ അബൂക്ക എന്നൊക്കെ പറഞ്ഞ അബൂക്കൊക്കെ അതിൻ്റെ ഇവിടെ പൊന്തക്കാട്ടിലും ആ തൂണിൻ്റെ മറവിലൊക്കെ ചാടിക്കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചിട്ടുണ്ടായിരുന്നു, ഹൈഡ് ചെയ്ത്. എന്നിട്ട് അവരെ കൂടി പൊക്കി കയറ്റി കുറേ വെള്ളം കുടിച്ച് തന്നു. ആ സീൻ ഒന്നുകൂടെ കാണണം. അന്ന് മറ്റേ മുൻകൂറായിട്ട് സ്ക്രിപ്റ്റ് പറഞ്ഞു തരുന്നവരുടെ അല്ലെങ്കിൽ ചാടുന്നതൊന്നും അങ്ങനെയല്ല. ആവേശം നമുക്ക് ഭയങ്കരമല്ലേ അഭിനയിക്കാൻ. എന്നിട്ട് അവിടെ നിന്ന് എല്ലാവരുടെയും ഓടിയൊന്നും ക്ലോസ് ആണോ വൈഡാണത് ഇതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ കാണുമെന്ന് പോലും അറിയാൻ പാടില്ല. എല്ലാവരോടും ഓടാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലയുടെ മുകളിലേക്ക് ആൾക്കാരുണ്ടല്ലോ ആ സിനിമയ്ക്കകത്ത് മക്കളായിട്ട് തന്നെ. മോനെന്ന് വിളിക്കുമ്പോൾ 15 പേര് പറഞ്ഞത് ഏത് മോനാന്ന് അറിയാത്ത കാരണം അവിടുന്ന് ഇവിടുന്നൊക്കെ വരും. അപ്പോൾ ആ ഉള്ളിലെ അന്നത്തെ ഒരു എന്താണ് ഒരു സ്റ്റാർട്ടിങ് നടൻ്റെ വിഷമമാണ് ഇന്ന് ഈ ചാടുമ്പം സൂക്ഷിക്കണം എന്ന് പറയാനുള്ള റീസൺ. സൂക്ഷിക്കണമെന്ന് പറയാൻ കാരണം നമുക്ക് അറിയാം, നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ
ഒരിക്കലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് അല്ലേ. അപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് തമാശക്ക് പറയും, ആ ചാറിന് നമുക്ക് ലാസ്റ്റ് എടുക്കാം അല്ലേ എന്നൊക്കെ. എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ്, പക്ഷേ കറങ്ങി തിരിഞ്ഞേ തമാശക്ക് ആദ്യം പറഞ്ഞിട്ടാണ് ലാസ്റ്റ് ദിവസം സാധനം ജമ്പ് ചെയ്യണത് എടുത്ത് ജമ്പ് ചെയ്യണത് ലാസ്റ്റ് അല്ല അല്ല അതിന് മുമ്പ് എടുത്ത് ശരിയാ, വെറുതെ അണ്ടർ വാട്ടർ ലാസ്റ്റ് എടുത്ത്. വെള്ളത്തിൽ പോയതിന് ശേഷം ഉള്ള സീക്വൻസ് ഉണ്ട്, അത് ലാസ്റ്റ് എടുത്ത്. എനിക്ക് ഈ സീൻ ഓർമ്മ വരും, മറ്റേ ടൂഹരികർ നഗറിൽ ജഗദീഷ് ഏട്ടൻ ഇൻഹരികർ നഗർ 3-ക്കകത്ത് ജഗദീഷ് ഏട്ടൻ പാരഡി ചോദിക്കണത്, ഞാൻ പ്രയത്തിനെ പിടിക്കുമ്പോൾ നീ എൻ്റെ ഇൻഷുറൻസ് ഒക്കെ അടച്ചായിരുന്നോ എന്ന് ചോദിക്കണ ഓർമ്മ ലാസ്റ്റ്. വിഷ്ണു, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം വിഷ്ണുവും ബിബിനും വന്ന തുടക്ക സമയത്ത് തന്നെയാണ് നിങ്ങൾ ഡയറക്ഷനിലേക്ക് ഇറങ്ങിയത്. ഇപ്പം വെടിക്കെട്ട് വരുന്ന ഒരു സമ്മിശ്ര അഭിപ്രായത്തിലാണ് വെടിക്കെട്ട് സിനിമ പോകുന്നത്. ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണമെന്ന് ഇപ്പം തോന്നുന്നുണ്ടായിരുന്നു, അന്നേരം ഡയറക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു? അങ്ങനെയില്ല, അതിപ്പോൾ എന്തായാലും സംഭവിച്ചത് നല്ലതിന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ്. അതെ. ഇപ്പം ലൈഫിൽ വേറെ ഒരു റിഗ്രറ്റ് കൊണ്ട് നടക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ ചെയ്യോളാറ്, അങ്ങനത്തെ തോട്ട് പ്രോസസ്സ് ഒന്നും ഒരു കാര്യത്തിനും കൊണ്ട് നടക്കാത്ത വ്യക്തിയാണ്. അല്ല, അത് നമുക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നാൽ തന്നെ ഞാനതിനപ്പം തന്നെ തിരിച്ചാണ് കാണുള്ളൂ. അത് നടന്നത് ആക്ച്വലി നല്ലതിനാണ്. കാരണം എൻ്റെ ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. ഈ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ പിന്നീട് എനിക്ക് ഗുണമായിട്ട് വന്നിട്ടുണ്ട്. ചില എന്താ ദാസേട്ടൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഇവിടെ കൊച്ചിയിൽ നിന്ന് ലേറ്റായിട്ട് എവിടെയോ റെക്കോർഡിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ടുമ്പ് ഫ്ലൈറ്റ് മിസ്സായി. എന്നാൽ ഞാൻ കേട്ടിട്ടുണ്ട്, അത് എത്രത്തോളം സത്യം ഉണ്ടെന്ന് അറിയില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കേട്ടത്. അന്ന് കൊച്ചിയിൽ നിന്ന് നമ്മുടെ നേവൽ ബേസിൻ്റെ സൈഡിൽ നിന്ന് അവിടെ നിന്നായിരുന്നു എയർപോർട്ട്, പഴയ എയർപോർട്ട്. ആ ഫ്ലൈറ്റ് മിസ്സായി. ആ ഫ്ലൈറ്റാണ് അപകടത്തിൽപ്പെട്ടിട്ട് റാണിചന്ദ്ര ഒക്കെ ആക്സിഡൻ്റായ ഫ്ലൈറ്റ്. അതിൽ ദാസേട്ടൻ 10 മിനിറ്റ് എല്ലാം നല്ലതിന് എന്നുള്ളത്. ഈ നമ്മളിതിൻ്റെ ഒരു ടീസർ വരുന്ന അല്ലെങ്കിൽ ട്രെയിലർ വന്ന സമയത്ത് അന്നേരം ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ എന്താ ജോമു എന്ന് പറഞ്ഞ സാധനം വയ്ക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു ബസ്സിൻ്റെ ഒരു ടീസർ വരുന്നു. അപ്പം ഇപ്പോൾ നടക്കുന്ന ഇഷ്യൂ ആണ്. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് മറ്റൊരു സൈഡ് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം എല്ലാത്തിനും ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ ലാസ്റ്റ് ബസ്സിൽ നമുക്കത് കൃത്യമായിട്ട് കണ്ടാൽ രണ്ടാമത് ഡബ് ചെയ്ത് വന്ന ഒരു ടീസറാണത്. അപ്പം ബസ്സിലൊരു ഇഷ്യൂ നടക്കുന്നു, ഒരു ദീപക് എന്ന് പറയുന്നൊരു ആത്മഹത്യ ചെയ്യുന്നു. അത് പോസിറ്റീവായിട്ടാണ് എങ്കിൽ പോലും അതിനെ ഒരു പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്യുന്നത് എത്രത്തോളം ഒരു അതിലൊരു പബ്ലിസിറ്റിക്ക് യൂസ് ചെയ്തല്ലോ. കാരണം നമുക്ക് അതിനോടുള്ള ഒരു സോഷ്യൽ മീഡിയയിലുള്ള അതിന് ഓപ്പോസിറ്റ് നിന്ന് അതിന് കാരണക്കാരായ ആൾക്കാർ നമ്മൾ അവരോട് പറയുന്ന സാധനമല്ലേ അതിൽ പറഞ്ഞത്. അല്ലാണ്ട് അതിൽ ഒരെണ്ണത്തിനും വിശ്വസിക്കരുത്, ഒറ്റ പെണ്ണ് അതല്ലേ പറഞ്ഞ് നിർത്തുന്ന ക്ലൈമാക്സ്. അതിലല്ലേ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറയുന്നതും അത് നമ്മളുടെ പ്രതിഷേധം എന്ന് പറയുന്ന സാധനം നമ്മൾ ഉള്ളത് മറ്റു രീതിയിൽ നമ്മളുടെ സിനിമയുടെ രീതിയിൽ നമ്മൾ പറയാതെ പറഞ്ഞു എന്ന് പറയുന്ന സാധനമുള്ളൂ. നമ്മൾ പ്രതികരിക്കുക എന്ന് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ഓരോ ട്രോളുകൾ ഇറങ്ങുന്നു. അതെ. അപ്പോൾ ഇപ്പോഴത്തെ ഈ ട്രോളിൻ്റെ പഴയ വെർഷനാണ് പാരഡി. അതിൻ്റെ കുലപതിയായിട്ടുള്ള ആളാണ് ആവശ്യിക്കുക. അല്ല, ഞാൻ പറയണത് നമ്മൾ ചില കാര്യങ്ങൾക്ക് ഇപ്പം അതിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഡീപ്പായിട്ട് ആ പോയ മനുഷ്യനോടുള്ള വിഷമം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. ദീപകിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. കാരണം മറ്റവർ ചെയ്തത് തികച്ചും തെറ്റാണെന്ന് തന്നെ എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളുടേതായ രീതിയിൽ പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരണം ഇങ്ങനെ ആക്കി ഇത്രയുള്ളൂ. അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഐഡിയ ആരുടെയായിരുന്നു? ഇതിൻ്റെ ഒരു മികച്ചൊരു മാർക്കറ്റിംഗ് സൈഡും കൂടെ കാണുന്നുണ്ട്. കാരണം നമ്മുടെ എന്താ ജോബ് എന്ന് വെക്കുന്ന സാധനമൊക്കെ എയറിൽ നിൽക്കുന്ന സമയത്ത് തന്നെ കൃത്യം ടീച്ചറിൽ ആ വോയിസ് കൊണ്ട് പ്ലേസ് ചെയ്ത് ആരുടെ ഐഡിയ ആണ് ശരിക്കും? അത് എന്താ ചുമന്ന് പറയുന്ന സാധനം ഇടാന്ന് പറഞ്ഞത് വിഷ്ണുവാണ്. വിഷ്ണു പറഞ്ഞ് നമുക്ക് അതിൻ്റെ ട്രെയിലറിൻ്റെ എൻഡിൽ ആ സാധനം യൂസ് ചെയ്യാൻ പറ്റിയൊരു വിഷ്വൽ നമ്മുടെ അടുത്തുണ്ട്. അശോക് ചേട്ടൻ മറ്റേ ഒഴിക്കുന്നത് അത് പടത്തിലുണ്ട്. ശരിക്കും ആ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്താ ചോമു. അത് നമുക്ക് ആപ്റ്റായിട്ടുള്ള സിറ്റുവേഷനിൽ വന്നിട്ടുണ്ട്. അതൊക്കെ പടം കാണുമ്പോൾ അറിയാം. ഓക്കെ. സിനിമയ്ക്കുള്ളിൽ ഡയലോഗ് ഉണ്ടോ? ഉണ്ട്. ഈ ഡയലോഗ് ഞാൻ ടീച്ചറിൽ മാത്രം കുത്തിക്കുന്നുള്ള കുത്തിത്തിരിയല്ല, സിനിമയിലുണ്ട്.
സിനിമയിൽ ഡയലോഗ് എന്താ ജോ സിനിമയിൽ മറ്റേ ശാന്തിയുള്ള ദിനചേട്ടൻ്റെ ഡയലോഗ് സിനിമയിലുള്ള അതെ 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 അത് നമ്മൾ ട്രെയിലറിന് വേണ്ടിയിട്ട് കുത്തി കയറ്റിയൊന്നുമല്ല. അഴുക്കച്ചിരക്ക തന്തേക്കാ പോഷൻ ആ കാസ്റ്റിംഗ് ശരിക്കും ഇക്കടെ സജഷൻ ആയിരുന്നു. അല്ല, അത് ആ സ്ക്രിപ്റ്റിൽ ആ ഡയലോഗ് ഉണ്ടായിരുന്നു. അതൊരു ജോത്സ്യൻ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ശാന്തിയുള്ള ദിനചേട്ടനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു. പുള്ളിക്കൊരു വലിയ മൈലേജാന്ന് പറഞ്ഞു. അങ്ങനല്ല, അദ്ദേഹം ചെയ്യാൻ സമ്മതിക്കാമെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നത് പൃഥ്വിരാജാണ് എന്ന് പറഞ്ഞുകൊണ്ട് പണ്ട് അദ്ദേഹത്തെ അങ്ങനെ ട്രോളിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അമർ അക്ബർ അന്തോണിയിൽ ആ സെയിം സാധനം അദ്ദേഹത്തിൻ്റെ സീനിൽ വന്നപ്പോൾ അതോടുകൂടി തീർന്ന്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കാമെന്നുള്ളൊരു മനസ്സ് എന്ന് പറയുന്നത് അത് ട്രോളായിട്ട് തന്നെ തീരുക എന്ന് പറയുന്നത്. ഇപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഫിനിഷ് ആവുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ, അതിന് വേറെ ഈഗോ കാര്യങ്ങളോ ഇതൊന്നും ഇല്ലാത്ത കലാകാരന്മാരാണ് ഇവരെല്ലാവരും. അതിൻ്റെ പേരിൽ അവർ അംഗീകരിക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ എന്നെ പറ്റി ഒരു ട്രോളെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്രോളിനെ ഞാൻ എൻജോയ് ചെയ്തിട്ട് അതിന് കൂടെ ഞാൻ നിന്നിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ തീർന്നു. നമ്മൾ എതിർത്താൽ മാത്രമാണ് അതെ വീണ്ടും വരുള്ളൂ. ഇപ്പോൾ കുറച്ച് നേരം പിന്നെ ഈ പാരഡി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇപ്പോൾ ഈ മറ്റേ മന്ത്രിയെ പയ്യപ്പോ എന്ന് പറഞ്ഞൊരു പാട്ട് ആദ്യം എഴുതിയത് ഇക്കയാണ്. അതിൻ്റെ പാരഡി ഇറക്കിയത് നമ്മൾ കേൾക്കുന്ന മന്ത്രിയെ പയ്യപ്പോ എന്നുള്ള പാരഡി ഉണ്ടായിരുന്നു. അതെ, അതേ പാട്ട് തന്നെയാണ് ഇപ്പം മറ്റേ പോറ്റി കേറ്റി എന്ന് പറഞ്ഞാൽ അത് വന്നേക്കുന്നത്. ഇപ്പോൾ അത് പക്ഷേ ഭയങ്കര വിവാദമായി. ഒരു സമയത്ത് നിങ്ങൾ ഈ സർക്കാരിനെ വിമർശിച്ച് ഗവൺമെൻറ്റിനെ വിമർശിച്ചും തൊഴിലില്ലായ്മയ്ക്കെതിരെയൊക്കെ പാരഡിയിൽ കൂടെ ഈ നർമ്മം കലർന്ന വരികൾ എഴുതി ഒരുപാട് പാട്ടുകൾ ഒരു സമയത്ത് ഇപ്പോൾ ദേമാവലി കൊമ്പത്ത് ആണ്, പിന്നെ അതുപോലെ ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം മറ്റൊരു ഗ്യാങ്ങിൻ്റെ ആണ്. അപ്പം ഒരുപാട് വേറെ ഗ്യാങ്ങിൻ്റെ ആണെങ്കിലും ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചിടം തുടങ്ങി വെച്ചാൽ ഞാനല്ലേ. ഓക്കെ, ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചിടം എന്ന് പറയുന്ന കാസറ്റ് ആദ്യത്തെ 3 കാസറ്റ് എഴുതിയത് ഞാൻ, ദിലീപ്, അബിയും കൂടിയുള്ള ഞങ്ങളുടെ ടീമാണ് ചെയ്തത്. ഓ അങ്ങനെയാണല്ലേ. അല്ലാണ്ട് അത് വേറെ ടീമിൻ്റെ അടുത്ത്. ഓണത്തിനിടയ്ക്ക് പുട്ട് വെച്ചിടം എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഇട്ടത് അബിയും, അതിലെ ഫുൾ പാട്ടുകൾ എഴുതിയത് ഞാനും, അതിനകത്ത് മിമിക്രി കളിച്ചത് അബിയും ദിലീപും ഷിയാസും കൂടിയാണ്. അതിനുശേഷമാണ് ദേമാവലി. ശേഷം 3 എണ്ണം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ദേമാവലി കൊമ്പത്ത്. അപ്പോൾ പിന്നെ മറ്റത് അതിൻ്റെ പ്രൊഡ്യൂസർ കണ്ടിന്യൂ ചെയ്ത് വേറെ പിള്ളേരെ വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുള്ളൂ. ഓ അങ്ങനെയാണ്. അതെനിക്കറിയുന്നതാണ് ആ സ്റ്റോറി. അങ്ങനെ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ കാരണക്കാരെ ഞങ്ങൾ തന്നെ. അങ്ങനെ ഒരു മഹാബലി കേരളത്തിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ചിന്തയും അതങ്ങനെ ഒരു എഴുത്തും കാര്യങ്ങളൊക്കെ വന്നത് ഓണമാവാൻ കാത്തിരുന്നിട്ടുണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ഈ സംഭവം ഇറങ്ങാൻ. അങ്ങനെ ഡൈവേർഷൻ ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. ഈ അന്ന് വളരെ രസകരമായിട്ട് അവതരിപ്പിച്ച ഈ വിമർശനങ്ങൾ ഇന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് അതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് നോക്കും, ജാതി നോക്കും, നിറം നോക്കും, രാഷ്ട്രീയം നോക്കും, ഇതെല്ലാം നോക്കും. ഈ കാലഘട്ടത്തിൻ്റെ മാറ്റമാണ്. ഇതൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ട്. അന്ന് എന്തൊക്കെ ഇപ്പം അന്ന് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ അവസ്ഥ കേട്ട് അതിനെതിരെ കേസ് വരാൻ സാധ്യതയുള്ള പല രീതിയിലുള്ള പാട്ടുകളും നമുക്ക് അന്ന് നിങ്ങൾ എഴുതി വെച്ചു. ഞാൻ പറയട്ടെ, കലാഭവൻ മണി ഞാനും കൂടി പോകുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചുള്ള സ്റ്റേജിൽ വേണ്ടാത്ത നേരത്ത് ബോധം കെടുന്നൊരു ബോധമില്ലാത്തൊരു ഫ്രണ്ടാണ് മണീനെ കളിയാക്കി പാടുന്നു, മണി എന്നെ കളിയാക്കി പാടുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളിപ്പോൾ നമ്മുടെ ഗിന്നസ് പക്രു അവൻ്റെ ഹൈറ്റും അവൻ ടിനി ടോം നിൽക്കുന്നതിൻ്റെ കാലിൻ്റെ ഗ്യാപ്പിൽ കൂടി വന്ന് അങ്ങോട്ടും സ്കിറ്റ് കളിക്കുന്നത്, ഇതെന്താ പെരിച്ചാഴിയാന്ന് ഇവൻ ചോദിക്കുന്നു. അതൊക്കെയാണ് അവരെ പോപ്പുലറാക്കിയതും. അതുകൊണ്ടൊക്കെ തന്നെയാണ് അവർ സ്റ്റേജ് ഷോ കിട്ടിയതും അവർ ജീവിച്ചതും അവർ ഇന്നത്തെ പൊസിഷനിലെത്തിയതും. ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കളിയാക്കലുകൾ അക്സെപ്റ്റ് ചെയ്തും അത് വിറ്റുമാണ് തന്നെയാണ്. അതിന് വേറെ ആൾക്കാർക്ക് മാത്രം അത് ഇപ്പോൾ അത് പറയുമ്പോൾ ബോഡി ഷേമിങ് ആവും. ഇപ്പോൾ ബോഡി ഷേമിങ്, അങ്ങനെ ബോഡി ഷേമിങ് നമുക്ക് സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങനെ ഇല്ല. അപ്പോൾ പണ്ട് ആൻ്റണി എന്ന് പറയുന്ന നമ്മളുടെ വാഴക്കുളം ആൻ്റണി, അവൻ അത്യാവശ്യം ഒരു ബ്ലാക്ക് സ്കിൻ ടോണാണ് അവൻ്റെ. അതിൻ്റെ അകത്ത് അന്ന് സ്റ്റേജിൽ ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ്റെ ദേഹത്ത് തൊട്ടിട്ട് വേറൊരുത്തൻ എന്തിനാടാ തോണ്ടിയതൊന്നുമില്ല, ഞാൻ കണ്ണെഴുതാൻ വേണ്ടിയിട്ടേ കരിയെടുത്താന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള തമാശകൾ പോലെ അന്ന് സ്റ്റേജിൽ ചിരിക്കരുത്. ഇന്ന് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവായിട്ട് വേറെ എല്ലാവർക്കും കുറേ ആൾക്കാർക്ക് വിഷമമുണ്ടാകും എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യേണ്ടത്. ചില കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. അതിനെ അങ്ങനെ കളിയാക്കി വരാൻ കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ ഈ മതം രാഷ്ട്രീയമൊക്കെ പറഞ്ഞാൽ അന്ന് നമ്മൾ ഒരു പള്ളിയിലെ മൊല്ലാക്ക, ബീരാനിക്ക, അമിനത്താത്ത എന്ന് പറഞ്ഞിട്ട് പറയാത്ത കോമഡി സാധനമില്ല. അതിൽ
മറ്റേ ഇന്നസെൻ്റ് പള്ളിയിലച്ഛനായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ദിലീപ് സ്കിറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൂജാരി, അങ്ങനെ വേറെ മതം നോക്കൊന്നുമില്ല, എല്ലാവരും ഉള്ളതാണ് ഞങ്ങളുടെ ട്രൂപ്പ്. ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു ഇങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. എല്ലാവരും, നമുക്ക് ആരെ കളിയാക്കാൻ പറ്റും അതൊക്കെ കളിയാക്കാൻ. ചിന്ത ഇല്ലാണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആർക്കും ഈഗമൊന്നുമില്ല. അത് നമ്മൾ പള്ളി പെരുന്നാളിനും അവതരിപ്പിക്കും, അമ്പലത്തിലും അവതരിപ്പിക്കും, അതിനൊന്നും ആർക്കും പരാതിയില്ല. അൾട്ടിമേറ്റ്ലി ചിരിപ്പിക്കുക എന്നുള്ള ഒറ്റ ഐഡിയയിലാണ്. അന്ന് വേറെ അജണ്ടയൊന്നുമില്ല വേറെ. ഇപ്പം ഏറ്റവും കൂടുതൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർ നമ്മൾ അരി മേടിച്ചതും ഇതൊക്കെ ഈ ക്ഷേത്ര ഉത്സവ പരിപാടികൾ അവതരിപ്പിച്ചിട്ടും അല്ലെങ്കിൽ ചർച്ചുകളിൽ പെരുന്നാളിന് നിൽക്കാൻ നേരമില്ലാതെ എല്ലാ ദിവസവും പ്രോഗ്രാമായിരുന്നു ഞങ്ങൾക്ക്. 2-3 ഷോ വെച്ചിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. എല്ലാ കലാകാരന്മാരും വളർന്നേക്കുന്നത് ഇപ്പോഴും ഈ ക്ഷേത്രാങ്കണങ്ങളിലും മറ്റേ പള്ളി പെരുന്നാളിലൊക്കെ ഷോ കിട്ടിയില്ലെങ്കിൽ ഒരു കലാകാരന് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അന്ന് ഇങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആരെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും വെച്ചാൽ എല്ലാവരും പൊട്ടിച്ചിരിക്കുമായിരുന്നു. അത്ര അല്ല, അതും ശരിയാണെന്നല്ല. അപ്പോൾ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉറപ്പായിട്ടും വേണം. എന്തായാലും ഈ പറഞ്ഞ പൊളിറ്റിക്കലി കറക്റ്റ് ആവണം, അല്ലെങ്കിലും അത് ശരിയല്ല. അത് ഈ മാറ്റം ലോകം മുഴുവൻ വന്നേക്കണ മാറ്റമാണ്. അതിലേക്ക് നമ്മൾ അഡാപ്റ്റ് ആവുക എന്നുള്ളത് തന്നെയാണ് ശരി. അതിനെ എതിർത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ പണ്ടിറങ്ങിയ കുറേ സിനിമകളുടെ പേരെന്ന് പറയാം. ഏറ്റവും ചെറിയ ഉദാഹരണം നിർമാല്യം പോലുള്ള സിനിമകൾ ഇന്നാണെങ്കിൽ കത്തും വീട് കത്തും, ആളെ കത്തിക്കും. അല്ല, ഞാൻ പറഞ്ഞ എന്ന് വെച്ചിട്ട് ഒരു കാലത്ത് നമ്മളങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ നാടോട് മുമ്പ് നടുവേ എന്ന് പറയുന്ന പോലെയുണ്ട്. ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല സെൻസർ നിയമങ്ങളൊക്കെ. സിനിമയിലാണെങ്കിലും നമ്മളൊരു പരിധി വരെ ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് ഗവൺമെൻറ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളെ പാടുള്ളൂ സിനിമയിലൂടെ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പണ്ട് ഫ്ലൈറ്റ് കയറുമ്പോൾ സിഗരറ്റും ബീഡി വലിക്കുമായിരുന്നു ആൾക്കാർ. ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്ത ഗൾഫ് പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ അതിൻ്റെ ഫ്ലൈറ്റിൻ്റെ ബാക്കിൽ സിഗരറ്റ് വലിക്കാനുള്ള ഇതുണ്ട്, സ്പേസ് ഉണ്ട്. അവർ കുറേ ആൾക്കാർ അവിടെ നിന്നിട്ട് സിഗരറ്റ് വലിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. ഇപ്പോൾ ഫ്ലൈറ്റ് കയറുമ്പോൾ അത് വയ്ക്കുമോ? ഇല്ല. അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാര്യങ്ങൾ വേണ്ടെന്ന് നമ്മൾ തന്നെ അതിന് അംഗീകരിക്കാൻ പഠിക്കുക. അപ്പോൾ അതിനോട് കൂടെ ഇപ്പോൾ നാട്ടുകാരും അതിൻ്റെ ഗവൺമെൻറ്റും അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ആയിട്ട് നമ്മൾ ക്ലിയർ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കറക്റ്റ്നെസ് വേണ്ടി വരും എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ തയ്യാറാകണം. ഇത് കണക്ട് ചെയ്യുവാണല്ലേ, ഇപ്പം ഇങ്ങനെ തയ്യാറാകുമ്പോൾ തന്നെ എഴുത്തുകാർക്ക് ലിമിറ്റേഷൻസ് വരും. ഒരു ഡയലോഗ് എഴുതുന്നതിന് മുൻപ് അപ്പം ഇത് ആരെയെങ്കിലും ഒരു വിഭാഗക്കാരെ വിഷമിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ഒരു പാർട്ടിക്കെതിരെയാണോ പറയണം നമ്മൾ എഴുതുന്ന കോമഡി, അങ്ങനെ നോക്കേണ്ട, ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എഴുത്തുകാരും അതും എടുക്കുന്ന സംവിധാനം വരേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അത് കണക്ട് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സെൻസർ ബോർഡ് ഇഷ്യൂ അല്ല, നിരുപദ്രവമാണെങ്കിൽ അത് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ആരെങ്കിലും മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം. ചെക്കിങ് പണ്ടും ഉണ്ടെന്നേ. നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന സിനിമ എന്താണ്, അതിന് ഇത് വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ എല്ലാ കാലത്തും അതേപോലെ പല ഡബിൾ ചെക്കും ട്രിപ്പിൾ ചെക്കും ഒക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഒരു സാധനം ഉണ്ടാക്കുക. അപ്പോൾ ഇപ്പോൾ പുറമേ നിന്ന് ചില ഇത് വരാൻ നേരത്ത് ചില കാര്യങ്ങൾ ഒഴിവാക്കണം എന്നൊക്കെ വരുമ്പോൾ നമ്മളത് ചെക്ക് ചെയ്യേണ്ട ബാധ്യസ്ഥരാണ്. അപ്പം ഇപ്പോൾ നമ്മൾ അമരക് ബ്രന്തോണി ഷൂട്ട് ചെയ്ത സമയത്ത് അതിനകത്ത് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നതാണ് എൻ്റെ മെയിൻ സാധനം. പക്ഷേ അത് ഒരു ഷോട്ടിൽ പോലും നമ്മൾ വൾഗർ ആകുന്ന തരത്തിലോ അല്ലെങ്കിൽ ഒരു ഷോട്ട് പോലും നമ്മൾ എടുക്കാൻ പറ്റില്ല നമ്മളെ കൊണ്ട്. കാരണം നമ്മളുടെ മനസ്സിന് ആ കുട്ടിയെ ചെളിയിൽ നിന്ന് ഉയർത്തുന്നൊരു സീനിൽ പോലും അതിൻ്റെ കസിൻസിനെയാണ് നിർത്തിയത്. നമ്മൾ അതിൽ നിന്ന് ചെളിയിൽ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള സീനിൽ ഉപയോഗിച്ചത് അത്രയും സേഫായിട്ടുള്ള ആൾക്കാരെയാണ് അതിനകത്ത് ഇറക്കുകയാണ് ചെയ്തത്. പക്ഷെ അത് ഷോർട്ട് വൈസ് ആണെങ്കിൽ പോലും നമ്മളെ സൂക്ഷിച്ച് തന്നെ. കാരണം അത് നമ്മളുടെ മനസ്സിലുള്ള സിനിമകളിൽ നമ്മളുടെ മനസ്സിൽ എന്താണ് അത് തന്നെയാണ് നമ്മളുടെ സിനിമയിൽ പ്രതിഫലിക്കാൻ പറ്റുള്ളൂ. പർപ്പസ്ലി നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ട കാര്യങ്ങളത്. ഇപ്പം ഞാൻ കണക്ട് ചെയ്യുന്ന വെച്ചാൽ ഇപ്പം സെൻസർ ബോർഡിന് ഇപ്പം ജനനായകനാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ഇഷ്യൂ. അതിന് മുന്നേ ഇപ്പോൾ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം ഹാലിനെതിരെ വന്നിട്ടുണ്ട്. അപ്പം ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിനനുസരിച്ച് നിയമങ്ങൾ
പൊളിച്ചെഴുതപ്പെടുന്ന ഒരു പ്രവണത നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് കാണുന്നുണ്ട്. ഇത് എത്രത്തോളം ഒരു ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്? പല കാര്യങ്ങളും വേണ്ട, ഇപ്പം പല അടുപ്പിച്ചടുപ്പിച്ച് സെൻസർ ബോർഡ് ഇഷ്യൂസ് നമ്മൾ ഒരു സമയത്ത് ഇങ്ങനെ കേട്ടിട്ടേ ഇല്ല, എ ആണോ യു ആണോ എന്നുള്ളതിനപ്പുറം ഇങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സേ സാധാരണക്കാർക്ക് ഇടയിലില്ല. ഇപ്പം അതൊരു ചർച്ചയാവുന്നു, ഒരു ഡിബേറ്റ്ഫുൾ ടോപ്പിക്കുകളായി മാറുന്നു. ഇതൊരു എത്രത്തോളം ഹെൽത്തി ആയിട്ട് തോന്നുന്നു? നമ്മൾ ഈ കോമഡി പടത്തിൻ്റെ പ്രൊമോഷൻ വന്നിട്ട് അങ്ങനത്തെ ഒരു ഡിബേറ്റിലേക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ഞങ്ങൾക്ക് യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടി, നമുക്ക് യൂസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ നമ്മളെന്തിനാണ് വെറുതെ അതുമായിട്ട് നമ്മൾ ക്ലീനായിട്ട് പോകും. അവർ തിരിച്ചു വിളിപ്പിച്ചിട്ട് അതൊന്നുകൂടി സെൻസർ ചെയ്യണമെന്ന് പറഞ്ഞു. അതെ, നീ പറഞ്ഞു അവസാനം അത് ശരിയാണല്ലോ, അതൊന്നും വിളിച്ച് നോക്കിയല്ലോ, എന്തിനാണ് യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.